ഒറ്റ ടീസർ കൊണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷത്തെ ചിതറിക്കാൻ സക്കീർ ബായിക്ക് കഴിയുമോ? കഴിയുന്നേ. ദേ അങ്ങോട്ട് നോക്കിയേ. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള പ്രത്യേക അഭിമുഖം, അതും മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ ഒന്നിച്ച്. മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ അതിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നതിന് ശേഷം കേരളത്തിന്റെ പ്രതിപക്ഷത്തുള്ളവർക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. അമ്മാതിരിയാണ് ആ പോസ്റ്റിന് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത്. ഇരുവർ എന്ന പേരിൽ ആ ടീസർ മോഹൻലാൽ 1 മണിക്കൂർ മുന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസിൽ വെച്ച് മോഹൻലാലും മുഖ്യമന്ത്രിയുമായിട്ട് പ്രത്യേക അഭിമുഖം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഈ നാട്ടിൽ കൊണ്ടുവന്ന മാറ്റത്തെ സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം അത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ്, ഞങ്ങൾ പ്രതിപക്ഷത്തിനോടൊപ്പമാണ് എന്ന രീതിയിൽ അതൊന്നും വാർത്തയാക്കാതെ, അതൊന്നും ജനങ്ങളെ അറിയിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വഴി നോക്കേണ്ടി വരും. അങ്ങനെയാണ് മോഹൻലാലും ഒന്നിച്ചുള്ള അഭിമുഖം ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം ലോകത്താകമാനം സഞ്ചരിച്ചിട്ടുള്ള മഹാനടൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ കണ്ട മാറ്റങ്ങൾ മോഹൻലാലിന്റെ ചോദ്യങ്ങളിലൂടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് വരികയും അതിന് മറുപടി പറയുകയും ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ഒട്ടുമിക്കവാറുമുള്ള ജനങ്ങൾ അത് കാണാനിടയുണ്ട്. ഈ നാട്ടിൽ മാധ്യമങ്ങൾ മറച്ചുവെച്ച പല കാര്യങ്ങളും ആ ചോദ്യങ്ങളിലൂടെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ആകെ വിറളി പിടിച്ചൊരവസ്ഥ. ഒരിക്കലും സ്വപ്നത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു PR ടാക്ടിക്സ് ആണ് ഇടത് സർക്കാർ പ്രതിപക്ഷത്തിന്റെ മുന്നിൽ വെച്ചത്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ നാട്ടിലെ ആടിമുടി ഉടായിപ്പായിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയൊക്കെ പിടിച്ച് പല അഭിമുഖങ്ങളൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് അതിനെ കനകൂലു സിദ്ധാന്ത പ്രകാരം ടെലികാസ്റ്റ് ചെയ്യിച്ചതിന് ശേഷം എല്ലാ ഇടങ്ങളിലും ഞങ്ങൾ സേഫായി എന്ന് വിചാരിക്കുന്നിടത്താണ് ഇടത് സർക്കാർ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ശക്തമായിട്ടുള്ള സന്ദേശം പുറത്തേക്ക് വരുന്നത്. എന്തായാലും ടീസർ സോഷ്യൽ മീഡിയയിൽ തീ പിടിക്കും പോലെയാണ് ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിക്കുന്നത്. മോഹൻലാലിനെ വെച്ച് ചിത്രീകരിച്ചിരിക്കുന്ന അഭിമുഖം 2 ദിവസങ്ങൾക്കകം പുറത്തേക്ക് വരും. എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ മോഹൻലാലിന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വലിയ വൈറലായി മാറിയിരിക്കുകയാണ്. ഇന്നത്തെ രാത്രിയിൽ ചിലപ്പോൾ പ്രതിപക്ഷത്തുള്ളവർക്ക് കിടന്നാൽ ഉറക്കം വരാത്ത അവസ്ഥ എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരെ വീണ്ടും ഒരിക്കൽ കൂടി അറ്റാക്ക് വരുത്തിക്കാൻ ആ ടീസർ ഒരിക്കൽ കൂടി കാട്ടിക്കൊടുക്കും. എൻ്റെ ഒരു സുഹൃത്ത് രഹസ്യമായിട്ട് പറഞ്ഞു, മുഖ്യമന്ത്രിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമ രജനീകാന്തിന്റെയാണ്. അതും ആക്ഷൻ സിനിമ. ആക്ഷൻ പടങ്ങൾ പൊതുവെ ഞാൻ ആക്ഷൻ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത് ഏതെങ്കിലും ഒരു സിനിമ സീൻ അത് അങ്ങ് യഥാർത്ഥ ജീവിതത്തിൽ പ്രയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ഞാൻ ചോദിക്കാറില്ല. ജീവിതത്തിലെ എന്തിന്റെയെങ്കിലും പേരിൽ അങ്ങ് പശ്ചാത്തപിച്ചിട്ടുണ്ടോ? പശ്ചാത്തപിക്കേണ്ടി വന്നിട്ടുള്ളൊരു ഘട്ടം പറഞ്ഞാല്, നമ്മുടെ അടിച്ച് തോല് പൊളിക്കുക എന്ന് പറയുന്നില്ലേ, എൻ്റെ ഈ ശരീരത്തിന്റെ തൊലി പൊളിഞ്ഞു പോയിരുന്നു. സാർ, ഞാൻ അഭിനയിച്ച ഏതെങ്കിലും സിനിമയിലെ ഒരു ഡയലോഗ് സാറിന് ഓർമ്മയുണ്ടോ? എന്നോട് പറയാൻ. അത് എന്തല്ല ദിനേശനും ദാസനും ഒക്കെ
എന്റെ കേരളം, അങ്ങയുടെ കേരളം, നമ്മുടെ കേരളം.